everyone, welcome to the world of English. It is me, ESL from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മളത് ചെയ്തു നോക്കാൻ പോകുന്നത് നമ്മുടെ fill in the blanks ഗ്രാമറിന്റെ ഏരിയയിൽ വിട്ടതാണ്. നമ്മുടെ fill in the blanks എന്ന് പറയുന്നത് ശരിക്കും നോക്കാം നമുക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് എവിടേക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ശരി നോക്കിക്കോ. Complete the following passage choosing the right words from those given brackets. താഴെ കൊടുത്തുള്ള ബ്രാക്കറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള വേർഡ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓരോന്ന് ശരിയാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, അര മാർക്ക് വീതം കിട്ടും എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സാലിമലയുടെ ചാപ്റ്ററിൽ നിന്നാണ് ഒരു ഏരിയ ചോദിച്ചിട്ടുള്ളത്. സാലിമലയുടെ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ഗ്രാമർ പോർഷൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കാം. I recall one particularly hair-raising incident along. ഞാനൊരു രോമാഞ്ചമുണ്ടായ സിറ്റുവേഷൻ പറയാം എന്ന് പറയുന്നുണ്ട്. Along ഹിമാലയൻ ട്രയൽസ് അല്ലേ, എമംഗ് ഹിമാലയൻ ട്രയൽസ് എന്ന് പറയുന്ന വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഒരു നൗണാണ് പറയുന്നത് അല്ലേ. സോ നോക്കാം. എലോങ് എന്ത് കൊടുക്കണം നമ്മളിവിടെ, എലോങ് ദ ഹിമാലയൻ ട്രയൽസ് എന്ത് കൊടുക്കുക, എലോങ് ദ ഹിമാലയൻ ട്രയൽസ് എന്ന് കൊടുക്കട്ടെ. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യണം, ഇവിടെ നമ്മൾ ദ എന്ന് യൂസ് ചെയ്യണം. ഓക്കെ. സോ പിന്നെന്താണ്, ഹിമാലയൻ ട്രയൽ അൽമോറ ടു ലിപു ലേക്ക് പാസ്. അപ്പോൾ അൽമോറയിൽ നിന്ന് ലിപു ലേക്ക് പാസിലേക്ക്, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫ്രം എന്ന് പറയില്ലേ, ടു എന്നല്ല ഇവിടെ അൽമോറ ടു ലിപു ലേക്ക് പാസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കാം, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണോടാ, ഇവിടെ നമ്മൾ ഫ്രം എന്ന് കൊടുക്കണം. ഫ്രം അൽമോറ ടു ലിപു ലേക്ക് പാസിലേക്ക് പറയുന്നുണ്ട്. ലിപു ലേക്ക് പാസ്, ദെൻ മൈ വേ എന്ന് പറയുന്നത്. മൈ വേ എന്നുള്ളത് നമ്മൾ കൊടുക്കണം ഓൺ മൈ വേ, ഞാൻ പോകുന്ന വഴി, ഓൺ മൈ വേ എൻ്റെ വഴിയിൽ, ടു ലേക്ക് മാനസരോവർ ആൻഡ് മൗണ്ട് കൈലാസിലേക്ക് പോകുന്ന സമയത്ത് എന്നാ പോയത്, എന്നാണ് ഇൻ 1945. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ നമ്മൾ ഇന്ന് കൊടുക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള പാരഗ്രാഫാണ്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവും, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആൻസർ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, ഡേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇന്ന് കൊടുക്കാം. ചില സമയത്ത് ഇന്നിന് ഡേറ്റിൻ്റെ അവിടെ നമ്മൾ സാധാരണ ഓൺ കൊടുക്കാറുള്ളത്, പക്ഷേ ഇവിടെ നമ്മൾ ഇന്നാണ് കൊടുക്കുന്നത്, ബിക്കോസ് നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെയാണുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് എപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട്, മക്കളെ ചാപ്റ്റർ ശരിക്കും വായിക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുകളാണ്. ഓക്കെ. സോ പിന്നെന്താണ്, ഇറ്റ് വാസ് അറ്റ് എ പാർട്ടിക്കുലർലി നാരോ പാർട്ട് ഓഫ് ട്രയൽ. അത് ഭയങ്കര എന്തായിരുന്നു, നാരോ, ഭയങ്കര ഇടുങ്ങിയ വഴിയായിരുന്നു. ആൻഡ് പിന്നെന്താ ട്രയൽ, പിന്നെന്താ അവിടെ, പിന്നെ 1000 feet എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, 1000 feet എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും നോക്കാം, അവിടെ എന്തേക്കാരം ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. 1000 feet വെർട്ടിക്കൽ സ്ക്രാപ്പ് ഓൺ സൈഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തേക്കാരം, ഇവിടെ രണ്ട് കാര്യങ്ങൾ, 1000 feet ആണ് വെർട്ടിക്കൽ സ്ക്രാപ്പ് ഓൺ സൈഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. അതിൻ്റെ കൂടെ അപ്പോൾ വിത്ത് പറയാം അല്ലേ, വിത്ത് അതിൻ്റെ കൂടെ 1000 feet ആയിരക്കണക്കിന് അല്ലേ, 1000ഓളം അടി ഫീറ്റിൽ എന്തുണ്ട്, ഒരു വെർട്ടിക്കൽ സ്ക്രാപ്പ് ഉണ്ട് അല്ലേ. ഫീറ്റ് എന്തിൻ്റെ, 1000 feet ഓഫ്, എന്താ കൊടുക്കുക നമ്മൾ ഓഫ് എന്ന് കൊടുക്കണം. ഓഫ് വെർട്ടിക്കൽ സ്ക്രാപ്പ് ഓൺ വൺ സൈഡ് എന്ന് പറയുന്നുണ്ട്. ഒരു സൈഡിൽ അത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മീനിങ് മനസ്സിലാക്കി വരുമോ. ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഫ്രം അൽമോറ ടു ലിപു ലേക്ക് പാസ്. ഇവിടെ ഹിമാലയത്തിനോട് ദാ കൊടുക്കാനുള്ള കാരണം, ഹിമാലയൻ ഇറ്റ്സ് നൗൺ അല്ലേ. ദ ഹിമാലയൻ ട്രയൽ ഫ്രം അൽമോറ ടു ലിപു ലേക്ക് പാസ്, ദെൻ ഓൺ മൈ വേ, ഞാൻ പോകുന്ന വഴിയിൽ കേട്ടോ, ഇവിടെ ഇങ്ങോട്ട് ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. അതായത് ഇവിടെ വേണമെങ്കിൽ ഓൺ കൊടുക്കാം, പ്രശ്നമില്ല. ഇവിടെ അതേപോലെ ഇന്നും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പുസ്തകത്തിൽ ഉള്ള ഒരു സാധനം, നമ്മുടെ പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ നോക്കിയാൽ ഈ ഒരു പാരഗ്രാഫ് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവും. അവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതായിരിക്കും. ഇവിടെ പിന്നെ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ ഇവിടെ ഓണാണ്. അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത് അതുപോലെ തന്നെ കൊടുത്തത്. നമ്മുടെ ടീച്ചേഴ്സിനെ കിട്ടിയുള്ള ആൻസർ കീലും അതിന് ആൻസർ അങ്ങനെ തന്നെയാണുള്ളത് കേട്ടോ. സോ ഇതാണ് ടീച്ചേഴ്സിനെ കിട്ടിയുള്ള ആൻസർ കീൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഓൺ കൊടുക്കാം, ഡേറ്റ് ആണ്. സോ ഇവിടെ ഇന്ന് കൊടുത്തത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ. പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പുസ്തകങ്ങൾ ശരിക്കും വായിച്ചു പോവുക. സാലിമലിൻ്റെ ചാപ്റ്റർ നല്ല വായിച്ചിട്ട് നിങ്ങൾ പോകണം എന്നുള്ളതാണ് കേട്ടോ. സാലിമലിൻ്റെ ചാപ്റ്റർ അതുപോലെ ഹോസ്റ്റ് കോമന്റ് ചാപ്റ്റർ ശരിക്കും വായിച്ചു പോവുക. എഡിറ്റിംഗ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അതൊക്കെ. ഓക്കെ. സോ അപ്പോൾ ഐ തിങ്ക് ഇത് മനസ്സിലായി ഞാൻ സാർ വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു സാധനം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇത് മറ്റൊരു ഏരിയ ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ മറ്റൊരു ഏരിയ. വീണ്ടും സാലിമലിൻ്റെ ചാപ്റ്ററിൽ നിന്ന് വന്നതാണ് കേട്ടോ. കണ്ടോ, ലെഡ് എ ഫോറസ്റ്റ് ഗാർഡ്, ഒരു ഫോറസ്റ്റ് ഗാർഡ് ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയി. എങ്ങോട്ടാണ് പോയത് ഓർമ്മയില്ലേ. സോ നമ്മുടെ ബാലൻ ഒമർ ഉൾഫും സാലിമലിയും പോയ കാര്യം പറയുന്നത് കേട്ടോ. അപ്പം ലെഡ് എ ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞു. ലെഡ് ബൈ ഒരു ഫോറസ്റ്റ് ഗാർഡിനാൽ എന്നൊക്കെ പറയില്ല നമ്മൾ മറ്റേ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ പഠിച്ച് പറഞ്ഞില്ലേനോ ലാസ്റ്റ്. ലെഡ് ബൈ എ ഫോറസ്റ്റ് ഗാർഡ്. വി വർ സ്റ്റാക്കിംഗ് അല്ലേ, വി വർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ദെൻ വി വർ സ്റ്റാക്കിംഗ്, ഇതിലൂടെ നമ്മൾ പോയത് വി വർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എലോങ് ഉണ്ട്, എബവ് ഉണ്ട്, ബൈ ഉണ്ട്, ഫോർ ഉണ്ട്, ത്രൂ ഉണ്ട്, ഓൺ ഉണ്ട്. ഇവിടെ നമ്മൾ ത്രൂ കൊടുത്താൽ
ത്രൂ കൊടുത്താൽ ഇതിലൂടെ എന്ന് പറയാൻ പറ്റില്ലേ. പക്ഷേ നമ്മളിവിടെ ത്രൂ കൊടുത്താൽ വേറെ സ്ഥലത്ത് നമുക്ക് ത്രൂ ആഡ് ചെയ്യാണ്, അപ്പോൾ മിസ്സായി പോകും. പിന്നെ ഓൺ കൊടുക്കാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് ഓൺ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എലോങ് ഉണ്ട് അല്ലേ, എലോങ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, ഇവിടെ നമുക്ക് കൊടുക്കണം എന്ത്, എലോങ്. യു ആർ സ്റ്റാക്കിംഗ് എലോങ് എ നാരോ ആനിമൽ ട്രയൽ. ഞങ്ങൾ നാരോ ആനിമൽ ട്രയൽസിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലേ, അപ്പോൾ അവിടെ പോയിട്ടിന് സമയം എന്താണ് ഡെൻസ് എന്ന് പറയുന്നത്, ഡെൻസ് അല്ലേ. അപ്പോൾ ആ ഡെൻസിൻ്റെ മുന്നേ എന്ത് ആഡ് ചെയ്യണം, ഡെൻസ് അല്ലേ. അപ്പോൾ ട്രയൽ ഡെൻസ് ടോൾ ഗ്രാസ് ലാൻഡ്. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ ഇനി നമുക്ക് കണ്ടോ, അങ്ങനെ ഞങ്ങൾ നേരെ ആനിമൽ ട്രയലിലൂടെ അതിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ലൂടെ എന്നുള്ളത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ലൂടെ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുത്തു, അവിടെ നമ്മൾ ത്രൂ എന്ന് കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിലുള്ള വാക്കുകളാണ്, പുസ്തകത്തിലുള്ള ഏരിയ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിയാൽ ചെയ്യുന്നതിന് ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് എന്താടാ, നെക്സ്റ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ലാസ്റ്റ് കണ്ടതെന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കിക്കോ, ഗ്രാസ് ലാൻഡ് 5 feet ഹൈ എന്ന് പറയുന്നുണ്ട്. ഗ്രാസ് ലാൻഡ് ടോൾ, വലിയ ഗ്രാസ് ലാൻഡ് കണ്ടു. നിങ്ങൾക്കറിയാലോ അതിൻ്റെ മുകളിലാണ് എന്തുള്ളത്, അതിൻ്റെ മുകളിൽ. അപ്പോൾ മുകളിൽ എന്നുള്ള സാധനം എന്താ, ഓൺ എന്നാൽ മുകളിൽ പറയലുണ്ട്, പക്ഷേ ഓണിനേക്കാളും നമ്മുടെ ആപ്റ്റായിട്ടുള്ള എന്താണ്, എബവ് ആണ്. പുസ്തകത്തിൽ നോക്കിയാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും. എബവ്, അതിൻ്റെ മുകളിൽ 5 feet ഹൈ, നല്ല ഹൈറ്റിലുള്ള എന്തുണ്ട്, ദ റൈറ്റ് കൈൻഡ്, ദ ഹാബിറ്റേറ്റ്, ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാബ്ലർ എന്ന് പറയുന്നുണ്ട്. ആ കിളിയെ കണ്ട കാര്യം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. സോ എവിടെ പോയ സമയത്ത് പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ നമ്മുടെ ബാരൻ ഓമർ വുൾഫും അതുപോലെ തന്നെ സാലിം അലിയും പോയ സിറ്റുവേഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, റൈറ്റ് സൈഡിൽ ഹാബിറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ എന്തിൻ്റെ ഉണ്ട്, റൈറ്റ് കൈൻഡ് ഓഫ് ദ ഹാബിറ്റേറ്റ് അല്ലേ, റൈറ്റ് കൈൻഡ് ഓഫ് ദ ഹാബിറ്റേറ്റ്, ഓഫ് എന്ന് പറഞ്ഞാൽ അറിയില്ല, എൻ്റെ എന്ന് പറയും. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടോ, ഇറ്റ് ഈസ് മൈ എന്താ പറയുക, അതെൻ്റേതാകുന്നു. ഇറ്റ് ഈസ് മൈ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ മൈൻ്റെ വേറൊരു സാധനമാണ് ഓഫ്. തീർച്ചയായിട്ടും എന്താ പറയുക, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ടു പറഞ്ഞാൽ ലേക്കാണ് നമുക്കറിയാം. വെർബിൻ്റെ കൂടെ ടു യൂസ് ചെയ്യുമ്പോൾ ടു റൈറ്റ് ആണെങ്കിൽ എന്താ അർത്ഥം വരിക, എഴുതാന്ന് അർത്ഥം വരിക. ഇത് സ്കൂളിലേക്ക് ആകുമ്പോൾ ടു, നോണിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടു സ്കൂൾ ആകുമ്പോൾ ലേക്ക് എന്നുള്ള മീനിങ് ആവും. പക്ഷേ വെർബിൻ്റെ കൂടെ അറിയുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്യാനാണോ ആ പ്രവൃത്തിയുടെ കൂടെ ടു ആഡ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാന്നുള്ള മീനിങ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ സാധനങ്ങളും ആഡ് ചെയ്യുമ്പോൾ പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തുണ്ടാവും, മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്താണ്, അങ്ങനെ സൈഡിൽ നിന്നൊരു ഹാബിറ്റേറ്റിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെന്താ, ദ ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാബ്ലർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തിൻ്റെ ഹാബിറ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ എന്ത് കൊടുക്കാം, നമുക്ക് ഫോർന്ന് കൊടുക്കാം. ഫോറിന് കുറേ അർത്ഥങ്ങളുണ്ട്. ഫോർ എന്നാൽ വേണ്ടി എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ കൊണ്ട് അല്ലേ, അങ്ങനെ എന്നൊക്കെ പറയാം. ഫോർ യൂസ് ചെയ്യാറുണ്ട്, ദർ ഫോർ എന്നൊക്കെ പറയാറില്ലേ, ആയതുകൊണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഫോർ എന്ന് കണ്ട് ഇവിടെ എന്താ ഉള്ളത്, നമ്മുടെ ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാബ്ലറിൻ്റെ ഒരു ഏരിയാസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എടാ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ ഓൾറെഡി ഉള്ള സെൻറ്റൻസിൽ നിന്നുള്ള ഏരിയാസാണ് നമ്മുടെ പുസ്തകത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പുസ്തകം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏതാണ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പലപ്പോഴും പറയാറുണ്ടാവും മക്കളെ പുസ്തകം വായിച്ചിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കണം ഇവിടെ ഏതാ വരുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുസ്തകം ശരിക്കും വായിക്കുക. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റ, ബൈ ബൈ, സീ യു.